ഒരു സത്യം മനസ്സിലാക്കണം. പ്രായം കൂടുന്തോറും മസ്തിഷ്കം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രായം കൂടുന്തോറും മസ്തിഷ്കത്തിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആധുനിക വൈദ്യശാസ്ത്രം അതുകൊണ്ട് പറയുന്നു, അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു, ബ്രെയിൻ എക്സർസൈസ് തീർച്ചയായും ചെയ്യണം. അതുകൊണ്ട് ബ്രെയിൻ എക്സർസൈസാണ് വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്കും അൽസിമേഷ്യ എന്ന രോഗം വരില്ല. കാരണം ബ്രെയിൻ്റെ ഒരു പാർട്ടുണ്ട്, ആ പാർട്ടിൻ്റെ പേരാണ് ടെമ്പർ ലോബ്. അത് ചെതൽ തിന്നതുപോലെ ഉതിർന്ന് വീഴുന്നതാണ് അൽസിമേഷ്യ. സംശയമുള്ള ആൾക്കാരൊക്കെ ഡോക്ടർമാരോട് ചോദിക്കാം, യൂട്യൂബ് കുമാറിനോട് ചോദിക്കാം. എൻ്റെ മകൾ ഡോക്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊക്കെ ഇത്ര ശാസ്ത്രീയമായി പഠിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിന് ഒരു വൈബ്രേഷൻ വരും, ഒരു സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു ബൂസ്റ്റ് ദി എന്ത്, ആ പാട്ടിൻ്റെ പേരെന്താണ്? ടെമ്പർ ലോഗ്. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമത്തിലൂടെ നമുക്ക് ഇതെങ്ങനെ ദിവസേന നമ്മളിങ്ങോട്ട് ചൊല്ലിയാൽ മതി. ഞങ്ങളൊക്കെ ഈ വൈഷ്ണവരാണ്. ഈ നമ്പൂതിരി ചിട്ടപ്രകാരം ഈ വൈശാഖ മാസത്തിൽ ഞങ്ങളിത് ചൊല്ലും. ഇങ്ങനെ ഒരു വൈശാഖത്തിൽ ഞാൻ സ്ഥിരമായി രാവിലെയും വൈകുന്നേരം ചൊല്ലിയപ്പോൾ എൻ്റെ ഭാര്യ ഭംഗിയായിട്ടിത് പഠിച്ചു, എൻ്റെ മക്കളിത് ഭംഗിയായിട്ട് പഠിച്ചു. കാരണം എൻ്റെ അച്ഛനും അമ്മയും ചൊല്ലുന്നത് കേട്ടതുകൊണ്ടാണ് എനിക്കിത് പഠിക്കാൻ സാധിച്ചത്. ഞാനിത് പഠിച്ചത് കാരണമാണ് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഇത് പഠിച്ചത്. അതിന് രാവിലെ എന്ത് ചെയ്യണം? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എങ്ങനെയായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഇല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ ബ്രെയിൻ ബ്രേക്ക്ഫാസ്റ്റായി എന്ത് കഴിക്കണം? വിഷ്ണു സഹസ്രനാമം കഴിക്കണം. വിഷ്ണു സഹസ്രം എന്തായിട്ട്? ബ്രെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇത് ചൊല്ലിപ്പിക്കുന്നത്? ഗ്രേ മാറ്റർ മസാജിങ് എന്ന് പറയും. ഗ്രേ മാറ്റർ മസാജിങ് എന്ന് പറയും. ഒരു ചാര വസ്തു എന്നുള്ളതാണ് അതിൻ്റെ ഗ്രേ മാറ്റർ മസാജിങ്. അതായത് നമ്മുടെ ബ്രെയിനിലെ ബുദ്ധി, നന്മ, സ്നേഹം, സർവീസ് മുതലായിരിക്കുന്ന സദ്വികാരങ്ങളൊക്കെ ഉണർത്തുന്ന നമ്മുടെ ബുദ്ധിയുടെ ഏറ്റവും ബ്രെയിനിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ പോർഷൻ്റെ പേരാണ് ഗ്രേ മാറ്റർ. ഇതിൻ്റെ